എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പെൻഷൻ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നടന്നിട്ടുള്ള പരിപാടികളിലെ പ്രസംഗങ്ങളിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വലിയ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ഓണം ബോണസായി 4500 രൂപയും ബോണസിന് അർഹതയില്ലാത്തവർക്ക് ഉത്സവ ഭത്തയായി 3000 രൂപയും അനുവദിച്ചു. സർവീസ് പെൻഷൻകാർക്ക് 1250 രൂപയും ലഭിക്കും. ആഗസ്റ്റ് 17 മുതൽ തുക വിതരണം ചെയ്യും. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ഫുൾ ടൈം കണ്ടിജന്റ് ജീവനക്കാർക്കും മറ്റ് ജീവനക്കാർക്കും പെൻഷൻകാർക്കുമാണ് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചത്. ഏകാധ്യാപക വിദ്യാലയങ്ങളിലേക്കും പെരിപാതറ്റിക് വിദ്യാലയങ്ങളിലെ അധ്യാപകർക്കും മറ്റ് ജീവനക്കാർക്കും 1500 രൂപയാണ് ഉത്സവ ഭത്ത ലഭിക്കുക. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമിതരായ ദിവസവേതനക്കാർക്ക് 1460 രൂപയും ബാലവാടി, അംഗനവാടി ഹെൽപ്പർമാർക്കും ആയമാർക്കും പാലിറ്റീവ് കെയർ നഴ്സുമാർക്കും ഉത്സവ ഭത്ത 1450 രൂപയും നൽകും. ഉത്സവ ഭത്തക്ക് പുറമെ അഡ്വാൻസ് ആയി 20,000 രൂപയും ലഭിക്കും. ഇത് 5 മാസത്തെ ഗഡുക്കളായി തിരിച്ച് അടച്ചാൽ മതി. ക്ഷേമ പ്രവർത്തനങ്ങൾ ആരുടെയും ഔദാര്യമല്ല, അത് ജനങ്ങളുടെ അവകാശമാണ് എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ വ്യക്തമാക്കി. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ ഓണത്തിന് മുന്നോടിയായി വിതരണം ചെയ്യുന്നത് ബുധനാഴ്ച മുതൽ ലഭിക്കാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. 25-ന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തീകരിക്കും. 1 മാസത്തേതാണോ 2 മാസത്തേതാണോ എന്നുള്ളത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. പ്രഖ്യാപനം തിങ്കളാഴ്ച ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ തൊഴിലുറപ്പ് തൊഴിലാളി കുടുംബങ്ങൾക്ക് 1200 രൂപ വീതം പ്രത്യേക ഉത്സവ ഭത്തയും അനുവദിച്ചിട്ടുണ്ട്. 3,68,688 കുടുംബങ്ങൾക്ക് ഓണത്തിന് മുന്നോടിയായി 44.24 കോടി രൂപയാണ് ഇതിനു വേണ്ടി വിതരണം ചെയ്യുക. കിടപ്പ് രോഗികളെയും ഭിന്നശേഷിക്കാരെയും പരിചരിക്കുന്നവർക്കായി സാമൂഹ്യ നീതി വകുപ്പും കേരള സാമൂഹ്യ സുരക്ഷാ മിഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന ആശ്വാസകിരണം പദ്ധതിയുടെ പ്രതിമാസ സഹായ തുക വർദ്ധിപ്പിച്ചു. നിലവിൽ നൽകി വരുന്ന 600 രൂപയിൽ നിന്നും 1000 രൂപയാക്കിയാണ് തുക വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക ഉത്തരവ് സർക്കാർ പുറപ്പെടുവിച്ചു. തീവ്രമായ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന 100% ഭിന്നശേഷിയുള്ളവർ, കിടപ്പിലായ രോഗികൾ, ക്യാൻസർ ബാധിതർ, ഓട്ടിസം, സെറിബ്രൽ പാൽസി തുടങ്ങി രോഗങ്ങൾ ഉള്ളവർ, വാർദ്ധക്യ സഹജമായ അസുഖങ്ങളിൽ ദൈനംദിന കാര്യങ്ങളിൽ പരസഹായം ആവശ്യമുള്ളവർ എന്നിവരെ പരിചരിക്കുന്നവർക്കാണ് ഈ സാമ്പത്തിക സഹായം ലഭിക്കുന്നത്. 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ച തുക വർധനവ് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നൽകിയ ശുപാർശ പരിശോധിച്ചാണ് സർക്കാരിന്റെ ഈ നടപടി. ഉത്തരവ് പുറത്തിറങ്ങിയ തീയതി മുതൽ പുതിയ നിരക്കിന് പ്രാബല്യമുണ്ട്. നേരത്തെ ക്യാൻസർ, വൃക്ക, ക്ഷയ രോഗികൾക്കുള്ള 1000 രൂപ ലഭിക്കുന്ന പെൻഷൻ 2000 രൂപയാക്കി സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇന്ന് സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. AI പരിശീലനം സൗജന്യമായി യുവതിയുവാക്കൾക്ക് നൽകും. മത്സര പരീക്ഷകൾക്ക് സൗജന്യമായി ഓൺലൈൻ കോച്ചിങ്, വ്യവസായം തുടങ്ങാൻ ലോണുകൾ, വ്യോമ മേഖലകളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ, കായിക മേഖലകളിൽ കൂടുതൽ അവസരങ്ങൾ എന്നിവയ്ക്കാണ് പ്രധാനമായും പ്രധാനമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ച കാര്യങ്ങൾ. പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ